അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശു മരുഭൂമിയിലേക്ക് പോയി. പരീക്ഷകൻ അടുത്തു വന്നു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഈ ഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുകൊണ്ട് അത് ഇനിയും വിടുന്നു. അതിനുശേഷം അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. വാക്യം 5. പിന്നെ പിശാച് യേശുവിനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാവണ്ണം നിൻ്റെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്ത് വന്നവനെ ശുശ്രൂഷിച്ചു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശു മരുഭൂമിയിലേക്ക് പോയി. പരീക്ഷകൻ അടുത്തു വന്നു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഈ ഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുകൊണ്ട് അത് ഇനിയും വിടുന്നു. അതിനുശേഷം അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. വാക്യം 5. പിന്നെ പിശാച് യേശുവിനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാവണ്ണം നിൻ്റെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്ത് വന്നവനെ ശുശ്രൂഷിച്ചു. പിശാചിൻ്റെ പരീക്ഷകളെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. മനുഷ്യൻ വിവിധ പ്രശ്നങ്ങളിൽ വലയുമ്പോൾ അവൻ അതിന് മനുഷ്യരെയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ മനുഷ്യരതിനകത്തൊരു കക്ഷിയായിരിക്കാം, യഥാർത്ഥത്തിൽ വേറൊരു കക്ഷി ഉണ്ടെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യനെ അലട്ടുന്ന പ്രശ്നങ്ങളുടെ പുറകിൽ, മനുഷ്യനെ വലയ്ക്കുന്ന വിഷയങ്ങളുടെ പുറകിൽ ഒരദൃശ്യ ശത്രു ഉണ്ടെന്നുള്ള രഹസ്യം അദൃശ്യ ലോകത്തിൽ നിന്ന് വന്ന ദൈവപുത്രനായ യേശു നമ്മെ പഠിപ്പിക്കുന്നു. ഈ പാഠം നമ്മുടെ അകത്ത് കയറിയാൽ നമുക്ക് മനുഷ്യരോടുള്ള യുദ്ധം നിർത്തിയിട്ട് പിശാചിനോടുള്ള യുദ്ധം തുടങ്ങാൻ പറ്റും. പിശാച് നമ്മുടെ മനസ്സിനോടാണ് പോരാടുന്നത്. നമ്മുടെ ചിന്തയിലാണ് അവൻ ചതി വിതയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിവുണ്ടായാൽ നമുക്കതിനെ ജയിക്കാൻ പറ്റും. നോക്കൂ, കർത്താവായ യേശു ആ പ്രെയർ ഏതാ? കർത്തൃപ്രാർത്ഥന നമ്മൾ പഠിച്ചതല്ലേ. ആ പ്രാർത്ഥന യേശു തമ്പുരാൻ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു സംഗതി ഇതിനകത്ത് വെച്ചു. നിന്നെ കുഴയ്ക്കുന്നത് പിശാചാണ്, അവൻ്റെ കെണിയിൽ നീ വീഴാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ആ പിശാചിൻ്റെ കെണിയിൽ ഇന്നലെ നിങ്ങൾ വീണതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ആ പിശാചിൻ്റെ കെണി വീണ് മനസ്സ് അസ്വസ്ഥമായി വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടായില്ലേ? കാരണം മനസ്സിലായോ? നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. നിങ്ങൾ പിന്നെ പ്രാർത്ഥിച്ചത് എന്തിനാ? ദൈവമേ, എനിക്ക് ഇച്ചിരി കാശ് തരണേ, എൻ്റെ കൊച്ചിന് ഇച്ചിരി പഠിത്തം തരണേ, എനിക്കൊരു വലിയ വീട് തരണേ, വണ്ടി തരണേ, ഇതൊക്കെയല്ലേ പ്രാർത്ഥിച്ചുള്ളൂ. പ്രധാന വിഷയം അതല്ല.
നാളെ വരാൻ പോണ പിശാചിൻ്റെ ചതിയിൽ നിന്നും വാഞ്ചനയിൽ നിന്നും കെണിയിൽ നിന്നും എൻ്റെ ദൈവമേ എന്നെ വിടിവിച്ചുകൊള്ളണേ എന്ന് നീ പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ടാണ് നാം പിശാചിൻ്റെ ചതിയിൽ പോയി വീഴുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇതിൽ നിന്ന് ഉദ്ധാരണം പ്രാപിക്കാൻ പ്രാർത്ഥനയാണ് മരുന്ന്. രണ്ടാമത്തെ മരുന്ന് വചനമാണ്. പിശാചെന്ന ചാതിയൻ്റെ ചാതിയിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടണമോ, യേശുവിൻ്റെ വചനങ്ങളും പ്രാർത്ഥനയുമാണ് ഇതിനുള്ള ഔഷധം. ഇതിലൂടെ നാം മുമ്പോട്ട് പോകുമ്പോൾ യേശു പിശാചിനെ ജയിച്ച വിധം പഠിക്കാം. യേശു പിശാചിനെ ജയിച്ച വിധമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പിശാചുമായിട്ട് നടത്തിയ ഒരു സംഭാഷണം നാം കണ്ടു. അതിനകത്ത് ഒരു ന്യായമായ ആവശ്യം, ഒരു തെറ്റായ വഴി, ഇതായിരുന്നു പിശാചിൻ്റെ ഒന്നാമത്തെ ടെക്നിക്ക്. നിനക്ക് വിശക്കുന്നില്ലേ, ഈ കല്ലപ്പമാക്കി കഴിച്ചോളൂ. യേശു പറഞ്ഞു, വേണ്ട, മനുഷ്യൻ അപ്പം ഭക്ഷിക്കേണ്ടത് അധ്വാനിച്ചിട്ടാണ്, അത്ഭുതത്തിലൂടെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു തമ്പുരാൻ പിശാചിനെ തോൽപ്പിച്ചു. ഇവിടെ ഒരു മസിൽ യുദ്ധമല്ല, ഒരാശയ യുദ്ധമാണ്. പിശാച് യേശുവിനെ മസിലുകൊണ്ടല്ല, മൽപ്പിടുത്തത്തിലൂടെയല്ല പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്, ആശയങ്ങളിലൂടെയാണ്. ചിന്തകളിലും സ്വപ്നങ്ങളിലും സങ്കല്പങ്ങളിലും ആണ് പിശാച് പോരാടുന്നത്. ഈ കാര്യം നമുക്ക് ഗ്രഹിച്ചില്ല എങ്കിൽ നമുക്കൊരു ആന്തരിക വിജയം കിട്ടത്തില്ല. ആന്തരിക വിജയമാണല്ലോ പ്രധാന വിജയം. ആത്മാവിൽ വിജയിച്ചാൽ നാം വിജയിച്ചു, ആത്മാവിൽ തോറ്റാൽ നാം തോറ്റു. അതെ, ചിന്തയിൽ തോറ്റാൽ നാം തോറ്റു, മനസ്സിൽ തോറ്റാൽ നാം തോറ്റു. അതുകൊണ്ട് അകത്തെ വിജയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുവാൻ ഈ വചനങ്ങളിലൂടെ നമുക്ക് ശ്രമിക്കാം, മുന്നോട്ട് പോകാം. യേശു തമ്പുരാൻ പിശാചിൻ്റെ ഈ ആശയത്തെ എതിർത്തു. ദൈവത്തിൻ്റെ വചനം അതിന് മറുപടിയായിട്ട് അവൻ ഉദ്ധരിച്ചു. ഇത് നാം ചിന്തിച്ചതാണ്. ഒന്നുകൂടെ പറഞ്ഞിട്ട് അവിടുന്ന് പോകാം. പിശാചിൻ്റെ ചിന്തയ്ക്കെതിരെ കൊടുക്കാവുന്ന ആയുധം ദൈവവചനമാണ്. വചനത്തിലെ ചിന്തകൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ, കയ്യിൽ സ്റ്റോക്കായിട്ടുണ്ടെങ്കിൽ, നമുക്ക് സാത്താൻ്റെ ആശയങ്ങൾക്കെതിരെ വചനമെന്ന വാളെടുത്ത് വെട്ടാൻ പറ്റും. വചനമെന്ന വാള്. പിശാചിൻ്റെ രണ്ടാമത്തെ പരീക്ഷ നോക്കാം. പിന്നെ യേശുവിനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ മുകളിൽ നിർത്തിയിട്ട്, നീ താഴോട്ട് ചാട്, നീ താഴോട്ട് ചാട്. യേശുവിനോട് പറയാ, നീ താഴോട്ട് ചാടിക്കോ, ഒരു വലിയ കെട്ടിടത്തിന് മുകളിൽ താഴോട്ട് ചാടിക്കോ. എന്തിനാ ചാടുന്നേ? ഒരു സാഹസം കാണിക്കാം. എന്താ പറയാനും? ആരും ചെയ്യാത്ത കാര്യം ചെയ്യാം, അസാധാരണ കാര്യം ചെയ്യാം. വെല്ലുവിളികൾ, സാഹസങ്ങൾ ഒക്കെ ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുക. എന്നിട്ടോ പിശാച് ഇവിടെ ഒരു വചനം പറയുന്നുണ്ട്. നീ അങ്ങനെ ചാടിയാൽ നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് യേശു തമ്പുരാനോട് പിശാച് പറയുക. ഇവിടെ ഒരു വലിയ അപകടമുണ്ട്. ദൈവവചനം കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിശാച് വചനം ഉപയോഗിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു വചനം കൊണ്ട് നമുക്ക് പിശാചിനെ ജയിക്കാമെന്ന്. പക്ഷെ പിശാചും വചനം ഉപയോഗിക്കുന്നു. അപ്പോൾ വചനത്തെ മിസ്യൂസ് ചെയ്യുക, ദുരുപയോഗം ചെയ്യുന്ന, തെറ്റായി ഉപയോഗിക്കുന്ന പരിപാടി ആരുടേതാണെന്ന് മനസ്സിലായോ? പിശാചിൻ്റെയാണ്. അപ്പോൾ വചനവും ഇപ്പോൾ പിശാച് എടുത്തു. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഒരു രഹസ്യം പറയാം. വചനം ഇപ്പോൾ പിശാച് കയ്യിലെടുത്തു. കാരണം ദൈവവചനത്തിലൂടെ ആളുകൾ ഇങ്ങനെ സത്യത്തിലേക്ക് വരുന്നതെന്ന് കണ്ടപ്പോൾ യഥാർത്ഥ സത്യാന്വേഷിയല്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത, ദൈവത്തിൻ്റെ ചൈതന്യം അകത്തില്ലാത്ത മനുഷ്യൻ ഇപ്പം പിശാചിൻ്റെ പ്രേരണയാൽ വചനം എടുത്തുകൊണ്ട് നടക്കുക. ഇതൊരു വചനമാണ് പ്രസംഗിക്കുന്നതെന്ന ഭാവത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ഒരു വലിയ സമൂഹത്തെ വഞ്ചിക്കുക, വചനത്തെ വളച്ചൊടിക്കുക, വചനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക. കണ്ടോ?
പിശാച് വചനം കയ്യിലെടുക്കുന്നു. പിശാചിൻ്റെ തന്ത്രം കണ്ടോ? ഈ ഭാഗത്ത് 2 ടെക്നിക്കാണ് അവൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, ഇപ്പോഴത്തെ ഒരു വാക്കാണല്ലോ ത്രിൽ. മനുഷ്യർക്കെല്ലാം ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടിരുന്നത്. നീ ഒന്ന് ചാടി നോക്ക്. അസാധാരണത്വം സൃഷ്ടിക്കുക, ശ്രദ്ധ പിടിച്ചു പറ്റുക. ഇപ്പോഴത്തെ ഒരു 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 രോഗമാണ്, അതല്ലേ? രോഗമാണ്. ഒരു പ്രത്യേകതരം ഡ്രസ്സ് ഒരു യൗവനക്കാരൻ ഇട്ടുകൊണ്ട് വരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഇട്ടിട്ടും ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ പുള്ളിയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റണം. നല്ലത് ചെയ്ത് ഫേമസ് ആകാൻ പറ്റൂല എല്ലാവർക്കും, അല്ലേ? പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടോ ചന്ദ്രനിൽ പോയിട്ടോ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടോ നല്ല പൗരനായിട്ടോ ഒന്നും ഫേമസ് ആവാൻ പറ്റൂല. ചീത്ത കാര്യം ചെയ്ത് ഫേമസ് ആകാം. അപ്പം എങ്ങനെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നുള്ള മനുഷ്യൻ്റെ ഉള്ളിലെ ആ സാഹസത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, വലിയവനാകാനുള്ള, ശ്രദ്ധ പിടിച്ചു പറ്റണം, ഷൈൻ ചെയ്യാനുള്ള ആ ചിന്ത പിശാച് മുതലെടുക്കുന്നുണ്ടോ? ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ചിന്തയെ നിയന്ത്രിക്കുന്ന ആളാണ് പിശാച്. ഒന്നാമത്തേത് ഒരു സാധാരണ മനുഷ്യൻ്റെ ആവശ്യമാണ്. നിനക്ക് വിശക്കുന്നില്ലേ? മനുഷ്യ സമൂഹത്തിൽ നേരിടാവുന്ന പരീക്ഷകളെ 3ആയിട്ട് തിരിച്ച് ഇതിനകത്ത് പഠിക്കാം. നമുക്കിന്നത് വേഗത്തിൽ പോകാം. ഒന്ന്, സാധാരണ മനുഷ്യൻ്റെ ആവശ്യം. ഇന്നത്തെ ഈ മനുഷ്യൻ, ഈ 600 കോടി മനുഷ്യരെ എടുത്താൽ അതിനകത്തെ 550 കോടിയുടെയും വിഷയം ഇത്രയേ ഉള്ളൂ. ഭക്ഷണം കഴിക്കണം, അതാണ്, ജീവിക്കണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ പരീക്ഷ. നിനക്ക് വിശക്കുന്നില്ലേ? ഈ ഒരു ചെറിയ പണി ഉപയോഗിച്ച് അതിൻ്റെ വിശപ്പ് മാറ്റാം. അപ്പോൾ അവൻ്റെ ആവശ്യത്തിൻ്റെ മുഖത്ത് അവനെ വഴിതെറ്റിക്കുക. രണ്ടാമത്തേത്, കെട്ടിടത്തിന് മുകളിൽ താഴോട്ട് ചാടേണ്ടത് മനുഷ്യൻ്റെ ആവശ്യമല്ല. ഒരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ അത് കുരങ്ങിൻ്റെ ആവശ്യമാണ്, മനുഷ്യൻ്റെ ആവശ്യമല്ല. മരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക, കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടുക, ഇത് മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ സ്വപ്നത്തിലുള്ളൊരു ചിന്തയുള്ളത്. അവനങ്ങനെ ഒരു ആവശ്യമില്ല. എന്നാൽ ആദ്യത്തെ ടെസ്റ്റ്, നിനക്ക് വിശക്കുന്നില്ലേ? ഇത് കഴിച്ചോ, അത് ആവശ്യമാണ്. അതിൽ യേശു വീണില്ല. അപ്പോൾ പിശാച് പറയുന്നു, എന്നാ നീ ഇതിന് മുകളിൽ ചാട്. പിശാച് വലിയ ഉയർന്ന പരിപാടിയാണ് കൊണ്ടിരുന്നത്. കാരണം സാധാരണ ആവശ്യങ്ങളിൽ ഇവൻ വീഴുന്നവനല്ല. സാധാരണ ആവശ്യങ്ങളാണ്. സാധാരണ ആവശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വിവരിക്കണ്ടല്ലോ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഡാഷ് ഡാഷ്, ഇങ്ങനെയുള്ളതിലൊന്നും എല്ലാവരും വീഴിക്കാൻ പറ്റത്തില്ല. ഉയർന്ന മനുഷ്യരെ, ഇച്ചിരി കരുത്തുള്ള ആളുകളെ ആകർഷിക്കണമെങ്കിൽ സാധാരണ കാര്യങ്ങൾ പോരാ. അപ്പോൾ വലിയ പരിപാടിയായിട്ട് വന്നു. എങ്കിലും ഒരു കാര്യം ചെയ്യൂ, നിനക്ക് ഭക്ഷണം വേണ്ടല്ലോ, ഇതിന് മുകളിൽ ചാടിക്കൂ. ഈ ചാടാൻ വിളിച്ചാൽ ചിലപ്പം എല്ലാവരെയും കിട്ടത്തില്ല. പക്വത വന്ന ഒരു മനുഷ്യനെ അതിന് കിട്ടത്തില്ല. പിന്നെ ആരെ കിട്ടും? ആവേശത്തിന് വേണ്ടി കൊതിക്കുന്ന, ഷൈൻ ചെയ്യാൻ വേണ്ടി കൊതിക്കുന്ന, ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കൊതിക്കുന്ന, സാഹസം സൃഷ്ടിക്കാൻ കൊതിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവരുടെ മേൽ പിശാച് ആവിഷ്കരിക്കുന്ന തന്ത്രമാണ് ഇതാ ഇവിടെ കാണുന്നു. നീ മുകളിൽ നിന്ന് ചാടിക്കൂ. രണ്ടാമത്തെ ടെക്നിക്ക്, പിശാച് ഇവിടെ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ടെക്നിക്ക് വചനമാണേ അത്. അതായത് ലോകം മുഴുവൻ ആദരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചാടിക്കൂ. വചനത്തെ ദുരുപയോഗം ചെയ്യുക, സാഹസം സൃഷ്ടിക്കുക എന്ന 2 ചിന്ത ഇവിടെ പിശാചിൻ്റെ. അപ്പോൾ നമ്മൾ വിഷയം വിട്ടു പോകാതെ നമ്മുടെ മനസ്സൊന്നിൽ ഏകാഗ്രമാക്കാം. നമ്മെ തകർക്കാൻ, നമ്മെ ചതിക്കാൻ, നമ്മളെ കുഴയ്ക്കാൻ, നമ്മളെ കുടുക്കാൻ എപ്പോഴും പോരാടുന്ന ഒരു ശക്തിയുണ്ട്, പിശാച്. ഈ പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ചിന്തകൾ ഒരിക്കലും അസാധാരണത്വമല്ല, നമ്മളെ പെട്ടെന്ന് ആകർഷിക്കാവുന്നതും നമുക്കിഷ്ടമുള്ളതുമായ വഴികളിലൂടെയായിരിക്കും കൊണ്ടുവരുന്നത്. അതിൽ ഒന്നാമത്തേത് അവൻ്റെ ആവശ്യമായ ഭക്ഷണത്തിലൂടെയാണെങ്കിൽ, രണ്ടാമത്തേത് അവൻ്റെ അകത്ത് മറിഞ്ഞു കിടക്കുന്ന നിഗളഭാവത്തെ ഉണർത്തുന്നതാണ്. മനുഷ്യൻ്റെ പുറമെ പെട്ടെന്ന് വെളിപ്പെടാത്തതും ഏത് മനുഷ്യൻ്റെയും അകത്തൊളിച്ചു കിടക്കുന്ന ഒരു ഭാവമുണ്ട്, നിഗളം. അതിനെ തൊട്ടുണർത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. നീ ഇതിന് മുകളിൽ ചാടിയോ? വചനമുണ്ടല്ലോ. ഏതാണ് വചനം? 91 സങ്കീർത്തനത്തിലെ വാക്യമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.
നീ ആകാശത്തു നിന്ന് താഴോട്ട് ചാടിയാൽ നിന്റെ കാലിൽ ഒന്നും സംഭവിക്കാതിരിക്കേണ്ടതിന് നിന്നെ ദൂതന്മാർ കൈകളിൽ താങ്ങുമെന്ന് വചനമുണ്ടല്ലോ. പ്രിയ സുഹൃത്തുക്കളെ, ദൈവവചനം അതിൻ്റെ യഥാർത്ഥ നിലയിൽ ഉപയോഗിക്കാതെ വണ്ണം പ്രവർത്തിക്കുന്നതും പിശാചാണ്. ഈ സത്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞില്ലെന്നുള്ള കുറ്റം എൻ്റെ മേൽ വരും. ദൈവവചനത്തെ വേണ്ടതുവണ്ണം പറയാതെ വചനമെന്ന പേരിൽ എന്തൊക്കെയോ പറഞ്ഞ് ഒരു വലിയ സമൂഹത്തെ വഞ്ചിക്കാൻ പിശാച് ഈ നൂറ്റാണ്ടിൽ വളരെ വിജയിച്ചിരിക്കുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാതെ വചനം വചനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു വാക്യം പറയുക എന്നല്ല കേട്ടോ. ഇതിനകത്തെ കുറെ വാക്യം കാണാപ്പാടം പറയുക എന്നുമല്ല. ഈ വചനത്തിനൊരു മുഖ്യ സന്ദേശമുണ്ട്. ഒരു സന്ദേശം ബൈബിളിൽ ആകെ ഉണ്ട്. 66 പുസ്തകങ്ങളിലൂടെ കറങ്ങിയാൽ കിട്ടുന്ന ഒരാശയമുണ്ട്. ആ ആശയമായിരിക്കണം നിന്റെ 60,000 പ്രസംഗത്തിനകത്തുകൂടെയും വരേണ്ടത്. അല്ലാതെ വചനത്തിലെ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് വചനം പറഞ്ഞു എന്ന് തൃപ്തിപ്പെടുത്തുന്ന ടെക്നിക്ക് പിശാചിൻ്റെ ടെക്നിക്കാണ്. ബൈബിളിൻ്റെ മൊത്തം ആശയം എന്താ പാസ്റ്ററെ? വ്യക്തമാക്കാം. ബൈബിളിൻ്റെ മൊത്തം ആശയം പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ, മരണത്തിന് വിധിക്കപ്പെട്ട, നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവം ഒരുക്കിയ രക്ഷാമാർഗമായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ സാധ്യതകളും മനുഷ്യൻ മനസ്സിലാക്കുക. ഇതാണ് ബൈബിളിൻ്റെ മൊത്തം സന്ദേശം. ഒന്നുകൂടെ പറയാം. പിശാചിൻ്റെ പ്രേരണയാൽ പാപത്തിലകപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ സുവിശേഷത്താൽ, അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരുന്ന രക്ഷാപദ്ധതിയുടെ ആഴങ്ങളാണ് ബൈബിളിൻ്റെ മൊത്തം സന്ദേശം. ധാരാളം കഥകൾ ബൈബിളിലുണ്ട്, ധാരാളം പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്, ധാരാളം സംഭവങ്ങൾ ബൈബിളിലുണ്ട്, ധാരാളം അത്ഭുതങ്ങൾ ബൈബിളിലുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ബൈബിളിൻ്റെ മൊത്തം സന്ദേശം. ഏത് പ്രസംഗവും ഈ മൊത്തം സന്ദേശത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അത് വചനത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് എന്ന കാര്യം ഓർത്തുകൊള്ളുക. കേവലം സാമ്പത്തിക സമൃദ്ധിക്ക് വേണ്ടിയാണ് നിങ്ങൾ ബൈബിൾ വായിക്കുന്നതെങ്കിൽ വചനം ദുരുപയോഗം ചെയ്യപ്പെടുന്നു. പിശാച് ഇവിടെ വചനം ദുരുപയോഗം ചെയ്തു. പക്ഷേ യേശു അതിന് മറുപടി കൊടുത്തു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വാക്യം 7. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, യേശു എന്താ മറുപടി പറഞ്ഞത്? യേശു മറുപടി പറഞ്ഞത് വചനം തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം. ഞാനൊരു കാര്യം പറയാം. പിശാച് പറഞ്ഞ ആ വാക്യം 6-ാം വാക്യം, യേശു പറഞ്ഞ വാക്യം 7-ാം വാക്യം, ഈ 2 വാക്യത്തിനും ഒരു പ്രത്യേക അടയാളം കൊടുത്തിട്ടുണ്ട്. ഈ അടയാളത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഉദ്ധരണി ചിഹ്നം എന്നാണ്. ഉദ്ധരണി ചിഹ്നം. ഇത് കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം ഈ 2 വചനങ്ങളും മറ്റൊരിടത്തു നിന്ന് എടുത്ത് ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. പിശാച് പറഞ്ഞത് ബൈബിളിൽ നിന്നാണ്, ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ നിന്നാണ്. യേശു മറുപടിയായിട്ട് പറഞ്ഞതും അതുതന്നെയാണ്. നോക്കൂ, പിശാച് കൊണ്ടുവന്ന ചിന്തയ്ക്ക് യേശു വചനമാണ് കൊടുത്തത്. അത് വളരെ ലളിതമായിട്ടാണ് കൊടുത്തത്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ വചനത്തിനകത്ത് മായം ചേർക്കുമ്പോൾ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ? വിശദീകരിക്കാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെയും എഴുതിയിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ആശയം. ഒരു വചനം ഒരാൾ പറയുമ്പോൾ അതുമാത്രമല്ലല്ലോ വചനം.
അതിന് മറുവശമുണ്ടോ? അതും കൂടെ പറയണം. പിശാച് പറയുന്നു, നീ ചാടിക്കോ, നിന്നെ താങ്ങിക്കോളാമെന്ന് വചനമുണ്ട്. യേശു പറയുന്നു, ഇങ്ങനെയും എഴുതിയിരിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കരുത്. അപ്പൊ ദൈവവചനത്തെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയാൻ എളുപ്പമുണ്ട്. ഇങ്ങനെയും എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് വചനം പൂർണ്ണമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പക്ഷേ അല്പം കട്ടിയായി പോയി കാണാം. ഞാൻ വിവരിക്കാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് ഒരാൾ പറയുന്നു, ഇങ്ങനെയും എഴുതിയിരിക്കുന്നു എന്നും കൂടെ പറയാൻ കഴിഞ്ഞാലേ അത് പൂർണ്ണമായുള്ളൂ. വിശദീകരിക്കാം. ദൈവവചനത്തിൽ നിന്ന് ഒരു സൈഡ് മാത്രം, ഒരു വശം മാത്രം പറയുന്ന പ്രസംഗികർ ഇപ്പോൾ പെരുകി വരുന്നു. ഒരു സൈഡ് മാത്രം പറയുക. ഇങ്ങനെയും എഴുതിയിരിക്കുന്നു. നിങ്ങൾ ആ പറഞ്ഞതിനൊരു മറുവശമുണ്ട്. അപ്പൊ ദൈവവചനത്തിന്റെ രണ്ട് വശങ്ങളും പഠിക്കണം. ഉദാഹരണത്തിന്, യേശു കർത്താവിനെ വിശ്വസിച്ചാൽ നിനക്ക് ഭൂമിയിൽ സമ്പത്തുണ്ടാകും എന്നൊരാൾ പറയുമ്പോൾ അതിന് ആ ഒരു കാര്യം നമ്മൾ നിഷേധിക്കാൻ പാടില്ല. സത്യമായ കാര്യമാണ്. ദൈവം സമൃദ്ധി നൽകുന്നവനാണ്. ദൈവം സമൃദ്ധി നൽകുന്നവനാണ്. രോഗശാന്തി നൽകുന്നവനാണ്. ആരോഗ്യം നൽകുന്നവനാണ്. ഉയർച്ച നൽകുന്നവനാണ്. പക്ഷെ ഇത് മാത്രം ഒരു കുറേ ദിവസങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയും എഴുതിയിരിക്കുന്നു എന്നതിനൊരു മറുവശമുണ്ട്. എന്താണെന്നറിയാമോ? ചിലപ്പോൾ നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടെന്നും ഇരിക്കും. ഇയ്യോബിനെ പോലെ, പൗലോസിനെ പോലെ നീ കയ്യിൽ പണമില്ലാതെയും സൗന്ദര്യമില്ലാതെയും യേശുവിനെ സേവിക്കുന്ന ഒരു ഭക്തനായി ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. അങ്ങനെയും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടോ? ദൈവവചനത്തിന് ഒരു വശം മാത്രം പഠിക്കുന്ന ആളുകൾ കുറേ കഴിയുമ്പോൾ കുഴയും. കാരണം ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. അതെ, ഇങ്ങനെയും എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചാൽ നിങ്ങളുടെ മക്കൾക്കെല്ലാം റാങ്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും റാങ്ക് കിട്ടിയാൽ പിന്നെ റാങ്ക് ഇല്ലല്ലോ. എല്ലാവർക്കും റാങ്ക് കിട്ടും. പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യം വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. റാങ്ക് ഇല്ലാതെയും നിന്നെ ഉയർത്താൻ ദൈവത്തിന് പറ്റുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഭൂമിയുള്ള സകല മനുഷ്യരും തമ്മിൽ വഴക്കടിക്കാതെ അവന് സംതൃപ്തിയും സന്തോഷവും ലഭിക്കാൻ വേറെ വേറെ വഴികൾ തുറക്കാൻ സർവജ്ഞാനിക്ക് കഴിയും. ഈ പത്രക്കാർ പറയുന്ന പോലെ, രാഷ്ട്രീയത്തിലെ ലക്ഷ്യബോധമില്ലാത്തവർ പറയുന്നത് പോലെയോ, മതത്തിലെ വ്യാജന്മാർ പറയുന്നത് പോലെയും ഇടിച്ചു കയറി വഴക്കുണ്ടാക്കി തള്ളിക്കേറി ഉയർച്ച പ്രാപിക്കണമെന്ന പരിപാടിക്ക് വേദപുസ്തകം എതിരാണ്. നീ ദൈവത്തിന്റെ വഴിയിൽ നിന്നാൽ ഭൂമിയിൽ ആരും കാണാത്തൊരു വഴിയിലൂടെ നിന്നെ ഉയർത്താൻ ദൈവത്തിന് കഴിയുമെന്ന്. സിമ്പിളാ പ്രിയപ്പെട്ടവരെ. ബൈബിളിൽ ഇങ്ങനെ പറയുന്നവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ഈ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് ആരാണെന്ന് വേദപുസ്തകം പറയുന്നു. ഭൂമിയിലുള്ള സകല മൃഗജന്തുക്കൾക്കും ഭക്ഷണം കൊടുക്കുന്നത് ദൈവം തമ്പുരാനാണെന്ന്. നമ്മൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ ഈ കാര്യം? അങ്ങനെയാണെങ്കിൽ മനുഷ്യ, നീ ദൈവത്തിൻ്റെ കൈകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാ. നീ ചൊവ്വേ നേരെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വാ. ദൈവത്തിന് നിന്നെ ഉയർത്താനും മാനിക്കാനും നടത്താനും വഴികളുണ്ട്. അപ്പോൾ ഒരു വശം മാത്രം പറയുന്നത് പിശാചിൻ്റെ തന്ത്രമാണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അല്പം ഡീപ്പായും അല്പം പ്രധാനപ്പെട്ടതുമായ സത്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. തുടർച്ചയായി ദൈവത്തിന് കേൾക്കുന്നത് കൊണ്ട് അല്പം കട്ടിയായ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. നോക്കൂ, പിശാചിൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയണം. പിശാചിൻ്റെ പരീക്ഷകൾ ഈ വിധത്തിലും വരാം. അവൻ വചനം ഉപയോഗിക്കും. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ട ആളുകൾ ഈ ഒരു സത്യം അറിഞ്ഞല്ലോ. പിശാച് വചനത്തെ ദുരുപയോഗം ചെയ്യും, ദുർവ്യാഖ്യാനം ചെയ്യും. വചനമാന്ന് പറഞ്ഞതിനെ നമ്മളെ പറ്റിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും കൂടെ ചിന്തിക്കുവാനുള്ള വിവേകം നമുക്കുണ്ടാകണം.
നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവല്ലോ, പിശാചിൻ്റെ ചോദ്യമാണ്. യേശു പറഞ്ഞു, അങ്ങനെ മാത്രമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഒരു വചനത്തിനെതിരെ ഒരു വചനം വരില്ല, അങ്ങനെ വരാൻ പാടില്ല. പക്ഷേ ഈ വചനം എല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിനെതിരായി ഒരു കാര്യവും ഈ പുസ്തകത്തിൽ ഇല്ല, ഉണ്ടാകാൻ പാടില്ല. ഇന്നത്തെ സമയം തീരുന്നു, നമ്മൾ ഇതിലേക്ക് വരികയാണ്. പിശാചിൻ്റെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ശ്രദ്ധയുള്ളവരാകാം. അപ്പോൾ എന്താ നമ്മൾ ഇന്ന് ചിന്തിച്ചത്? കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചു, വചനം ശ്രദ്ധിക്കണമെന്നും വചനം പഠിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ പിശാചിനെ ജയിക്കാമെന്ന് നാം ഗ്രഹിച്ചു. ഇന്ന് നാം മനസ്സിലാക്കുന്നത്, നാം കൂടുതൽ ശ്രദ്ധയുള്ളവരാകണം. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതിരിക്കാൻ നാം ശ്രദ്ധയുള്ളവരാണ്. ഇവിടെ അവൻ കൊണ്ടുവന്ന തന്ത്രം ആവശ്യമുള്ള ഒരു വിഷയമല്ല, ഇവൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന നിഗളഭാവത്തെ പുറത്തെടുക്കുന്ന ഒരു പരീക്ഷയാണ് വന്നത്. നീ ചാടിക്കോ, നിന്നെ സഹായിക്കാം. സാഹസം സൃഷ്ടിക്കാൻ, അസാധാരണത്വം സൃഷ്ടിക്കാൻ, പേരെടുക്കാൻ, ഷൈൻ ചെയ്യാനുള്ള മനുഷ്യനെല്ലാം ഉണ്ട് ആ ഒരാഗ്രഹം. അതാണ് ഈ പരീക്ഷ. ഇതിനെ ദൈവവചനം കൊണ്ട് അദ്ദേഹം യേശു തമ്പുരാൻ ജയിച്ചു.